പാലക്കാട് ബി.ജെ.പി. ഭരിക്കുന്ന നഗരസഭ ബഡ് സ്കൂളിന് RSS സ്ഥാപക നേതാവ് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിനെ ചൊല്ലി കോൺഗ്രസ് പ്രതിഷേധിക്കുമ്പോൾ ഒരു പഴയ നിലപാട് വെളിപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് ഒരു റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ബി.ജെ.പി. പിന്തുണച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. 80കളുടെ അവസാനം നഗരസഭാ ഭരണത്തിനായി ഉണ്ടാക്കിയ രാഷ്ട്രീയ ഐക്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പിന്തുണയെന്ന് പ്രമേയം കൊണ്ടുവന്ന MS കുമാറും വെങ്കട്ടരാമ ശർമ്മയും മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. റിപ്പോർട്ടിലേക്ക്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ്. പടിഞ്ഞാറേക്കോട്ടയിലെ റോഡാണ്. ഈ റോഡിന് മുൻപൊരു പേരുണ്ടായിരുന്നു. RSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഹെഡ്ഗേവാറിൻ്റെ പേരിലുള്ള റോഡായിരുന്നു. 1988 അവസാന കാലത്ത് തിരുവനന്തപുരം നഗരസഭ പ്രമേയത്തിലൂടെ പാസാക്കിയാണ് ഈ റോഡിന് ഹെഡ്ഗേവാർ റോഡ് എന്ന പേരിട്ടത്. അന്ന് തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലറായിരുന്ന വെങ്കട്ടരാമ ശർമ്മ അദ്ദേഹമാണ് അന്ന് ഈ റോഡിന് ഈ പേര് നൽകുന്നതിനായി പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലേ? എങ്ങനെയായിരുന്നു അത്? 1989 അന്ന് നമ്മൾ BJPയുടെ 6 കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത്. 89 ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ ജന്മശതാബ്ദിയാണ്. ആ ജന്മശതാബ്ദി വർഷത്തിൽ സംഘത്തിൻ്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന ഈ പടിഞ്ഞാറേ തെരുവ് അന്ന് മാനനീയ പരമേശ്വർജിയുടെ സംസ്കൃതി ഭവൻ സ്ഥിതി ചെയ്യുന്നതും ഇതേ റോഡിലാണ്. അപ്പോൾ ഫോർട്ട് ഹൈസ്കൂൾ മുതൽ വാഴപ്പള്ളി വരെയുള്ള പടിഞ്ഞാറേ തെരുവിന് ഡോക്ടർ ഹെഡ്ഗേവാർ, ഈ കാണുന്ന റോഡ് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്ന് നാമകരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അന്ന് UDFും LDFും ഒരുമിച്ച് ചേർന്ന് അന്നതിനെ എതിർത്തു. ഞങ്ങൾ 6 കൗൺസിലർമാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത് പാസ്സായില്ലെങ്കിലും തുടർന്ന് കോർപ്പറേഷൻ ഭരണത്തിൽ മാറ്റമുണ്ടായി. അങ്ങനെ UDFും BJPയും എല്ലാം കൂടി സപ്പോർട്ട് ചെയ്യുന്ന മേയറുടെ ഭരണമാണ് ആ കാലഘട്ടത്തിൽ നിന്നത്. ആ സമയത്ത് നമ്മുടെ കൗൺസിൽ പാർട്ടിയുടെ നേതാവായിരുന്ന MS കുമാർ ഇതേ പ്രമേയം വീണ്ടും അവതരിപ്പിക്കുകയും ഇടതുപക്ഷത്തിലെ ചിലവരൊഴിച്ച് ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ഈ വാഴപ്പള്ളി ജംഗ്ഷനിലും ഫോർട്ട് ഹൈസ്കൂളിനടുത്തും അതേപോലെ തന്നെ പടിഞ്ഞാറേ നടയിലും ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്നുള്ള ബോർഡുകൾ സ്ഥാപിച്ചു. ഇവിടെ ബോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ തുടർന്ന് ഇപ്പോൾ ഒരുപാട് പണി നടക്കുകയും വൈഡനിങ്, ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പണികൾ നടന്നു. ആ പണിയുടെ ഭാഗമായിട്ട് ആ ബോർഡുകൾ മാറ്റപ്പെട്ടെങ്കിലും ഈ റോഡ് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്നുള്ളത് രാഷ്ട്രീയത്തിനതീതമായിട്ട് ഒരുപക്ഷെ ഇടതുപക്ഷം ഒഴിച്ച് ബാക്കി എല്ലാവരും വോട്ട് ചെയ്ത് പാസ്സാക്കിയതാണ്. താങ്കൾ ആദ്യം പ്രമേയം കൊണ്ടുവന്നപ്പോൾ അന്ന് എതിർത്തത് ആരൊക്കെയായിരുന്നു? അന്ന് UDFും LDFും ഒക്കെ എതിർത്തിരുന്നു ആദ്യം. പക്ഷെ തുടർന്നാണ് പിന്നെ മാറ്റം വന്നത്. അപ്പോൾ ഭരണം വന്നപ്പോൾ ഞങ്ങളും കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മേയറായപ്പോൾ ആ സമവാക്യത്തിൽ മാറ്റം വന്നല്ലോ. BJPയുടെ പിന്തുണയോടെ ഒരു ഭരണം വന്ന സമയത്ത് UDFും ലീഗും അതിനെ എതിർത്തില്ല. പാലക്കാട് ബഡ് സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേരിട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിക്കുന്നു. അവിടെ കോൺഗ്രസ് എതിർക്കുന്നു. ആ ഘട്ടത്തിലാണ് അന്ന് ഈ റോഡിന് അങ്ങനെ RSS സ്ഥാപക നേതാവിൻ്റെ പേരിടുന്ന ഘട്ടത്തിൽ അന്ന് കോൺഗ്രസും ലീഗും എല്ലാം അനുകൂലിച്ചിരുന്നു, CPM എതിർത്തിരുന്നു എന്ന വെളിപ്പെടുത്തൽ അന്നത്തെ കൗൺസിലർ നടത്തുന്നത്. ക്യാമറമാൻ ശ്യാമിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.